റോക്കി ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി എന്ത് റോക്കി? അവനാരാണ്? അവന് വെറും പട്ടിത്തീട്ടം. വീക്കിൽ തന്നെ ഒരു 50 days എത്തിയ പോലെ ഉള്ളൊരു ബഹളമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. സോ ഓബ്വിയസ്ലി കാര്യം പുള്ളിക്കാരി ഇപ്പോൾ ഭയങ്കര എഫക്റ്റഡ് ആയ പോലെ നിന്നേച്ചിന്നല്ലേ. കണ്ടന്റ് കിട്ടും, അതിൻ്റെ കൂടെ എയർ ടൈമും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും നല്ല സ്ട്രാറ്റജിയാണ്. ബിഗ് ബോസിനെ പറ്റി പൊതുവിലുള്ള അഭിപ്രായം എന്താ? പൊതുവിലുള്ള അഭിപ്രായം വളരെ മോശം അഭിപ്രായമാണ്. ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസിനെ പറ്റി ആർക്കും കാണാൻ വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിനെ പറ്റി പൊതുവിലുള്ള അഭിപ്രായം. പൊതുവിലുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പം ലാസ്റ്റത്തെ ഒരു എപ്പിസോഡിൽ ലൈക്ക് കണ്ടു ബിഗ് ബോസ് ഡയറക്റ്റ് കോള് വിളിക്കുന്നതായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ലൈക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കോൾ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു അത് ആ ഒരു ഇഷ്യൂല് കോള് ചെയ്ത പിന്നെ അവിടെ ഉള്ള ഫുൾ സെനാരിയോ മാറി. അപ്പം ലൈക്ക് കുറെ കമന്റ്സിലൊക്കെ വന്നിട്ടുണ്ട് ലൈക്ക് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ പുറത്തെ വൈബ് അകത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക്. നിതീഷ് കുമാർ എവിക്റ്റഡ് ആയി പോയല്ലോ, ആ ഒരു ഗ്യാപ്പ് ബിഗ് ബോസിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ബഹളമൊക്കെ ആ പുള്ളിയെ ഉണ്ടാക്കാറുള്ളത് മോസ്റ്റ്ലി ബിഗ് ബോസിൽ. സോ പോയിപ്പോൾ ഇച്ചിരി എന്താ പറയുക ഒരു എന്തോ പോലെ തോന്നും. ബട്ട് അയാളുള്ള സമയത്ത് ആക്ച്വലി കൊള്ളായിരുന്നു, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടായിരുന്നു. ബട്ട് അയാൾ ചെയ്ത പ്രവൃത്തി നോക്കുമ്പോൾ ശരിയല്ലായിരുന്നു, എവിക്റ്റ് ആവേണ്ടതായിരുന്നു. സോ സിക്സിനെ പറ്റി എന്താണ് നിങ്ങളുടെ ഒരു പൊതുവിലുള്ള അഭിപ്രായം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണാറില്ല. റോക്കി ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി ഭയങ്കര ഇടി മീൻസ് അങ്ങനെയുള്ളൊരു ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു സ്ട്രാറ്റജിനോട് നിങ്ങളുടെ അഭിപ്രായം? എന്ത് റോക്കി? അവനാരാണ്? അവന് വെറും പട്ടിത്തീട്ടം. ഇവനൊക്കെ ആരാണ് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? അവൻ ആരാണ്? ഗബ്രി ജാസ്മിൻ ലവ് സ്റ്റോറി എന്നാണ്. അപ്പം ആ ഒരു അവരുടെ സ്ട്രാറ്റജി ആണോ അതോ ട്രൂ ആണോ, എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? See, that is a personal things. Like ചിലപ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ അത് ലവ് ട്രാക്ക് ആയിരിക്കാം, ചിലപ്പോൾ അത് സ്ട്രാറ്റജി ആയിരിക്കാം. നമ്മൾ അതിൻ്റെ അകത്തോട്ട് വെറുതെ പോയി ഇടപെട്ട് വെറുതെ അത് ചെറിയൊരു കാര്യമാണ്. അത് നമ്മൾ സംസാരിച്ച് സോഷ്യൽ മീഡിയ അത് ഓവറാക്കി ലവ് ട്രാക്കാണ് അതാണ് ഇതാന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അത് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ തന്നെ അവർക്ക് വേണ്ട ആ ഒരു ഹൈപ്പ് നമ്മൾ തന്നെ കൊടുക്കുക. അല്ലാണ്ട് അവരായിട്ട് തന്നെ ഉണ്ടാക്കി തരണമെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എനിക്കൊരു താല്പര്യമില്ല കേട്ടോ അതിന്. ബിക്കോസ് ആരും ഞാൻ യോജിക്കുന്നില്ല അവരുടെ ഒരു പവർ ടീമായിട്ട്. ബിക്കോസ് ഗബ്രി ഭയങ്കരമായിട്ട് അവരെ ഇത് എന്ന് പറഞ്ഞ ഫുഡിന്റെ കാര്യത്തിലായാലും പോയി വെള്ളം എടുത്തിട്ട് പോകാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു നിലപാട്. എന്തുകൊണ്ടാണ് സുരേഷ് എവിക്ഷനിൽ പുറത്തു പോകുന്നത് നിങ്ങൾ ചിന്തിക്കാൻ കാരണം? സുരേഷ് പുറത്തേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നത് ഞാൻ ശരിക്കും ബിഗ് ബോസ് കാണാറില്ല, അപ്പോൾ എനിക്കറിയില്ല. റോക്കി ഭയങ്കര ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഇതിന്റെ അകത്ത്, ഗെയിമിന്റെ അകത്ത്. അപ്പം അതൊരു നല്ല സ്ട്രാറ്റജി ആണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കണ്ടന്റ് കിട്ടും, അതിൻ്റെ കൂടെ എയർ ടൈമും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും നല്ല സ്ട്രാറ്റജിയാണ്. പക്ഷേ ലോങ് റണ്ണിൽ അത് എത്ര ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഗബ്രി ഈസ് മൈ ഫ്രണ്ട്. ഓക്കെ, പൊതുവെ പുള്ളിക്കാരൻ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ്. കാരണം പുള്ളിയുടെ ലൈഫിൽ ഉള്ള എന്താ പറയുക ലവ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പുള്ളിക്കാരൻ അങ്ങനെ പുറത്ത് പബ്ലിക് ആക്കിയിട്ടില്ല. സോ എൻ്റെ അടുത്ത് എങ്ങനെയാണോ അവൻ്റെ ഗേൾസ് ഫ്രണ്ട്സ് ആൻഡ് ഗേൾസിൻ്റെ അടുത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആ കുട്ടിയുടെ അടുത്തും. പക്ഷേ ഇത് 10 days ഉള്ളിൽ പെട്ടെന്ന് ഇതൊക്കെ പൊട്ടിമുളച്ച് എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ ഡോണ്ട് നോ, ലൈക്ക് മേ ബി സ്ട്രാറ്റജി ആവാം. ഓക്കെ, ബിഗ് ബോസിലൊരു പവർഫുൾ കണ്ടസ്റ്റന്റ് ആരാണെന്നാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് സിജോ പിന്നെ റോക്കി. രണ്ടുപേരും ലൈക്ക് അവരുടെ ഓപ്പൺ ആയിട്ട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണാറില്ല, അപ്പം റീൽസിൽ കാണാറുണ്ടാവില്ലേ? ഇല്ല, ഞാൻ ശരിക്കും കാണാറില്ല. ഇനിയിപ്പം ജാസ്മിന്റെ ഗെയിം മാറാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഓബ്വിയസ്ലി കാര്യം പുള്ളിക്കാരി ഇപ്പോൾ ഭയങ്കര എഫക്റ്റഡ് ആയ പോലെ നിന്നേച്ചിന്നല്ലേ. അത് ഒരു സൈഡ് നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു സിമ്പത്തി വല്ല ഫീലിംഗ് കിട്ടുന്നുണ്ടെന്ന് പറയാം. ചിലപ്പോൾ അത് പുള്ളിക്കാരി തന്നെ സ്വന്തമായിട്ട് ഡൗൺ ആയെന്ന് പറയാം. ചിലപ്പോൾ ആണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഒരു മോട്ടിവേഷനായിട്ട് എടുത്തിട്ട് ഒറ്റയ്ക്ക് ഇനി മര്യാദ കളിക്കാം.